ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. ഒത്തിരി നാളായി ഇപ്പോൾ എല്ലാവരെയും ഒന്ന് കണ്ടിട്ട്. അപ്പോൾ എന്നാൽ എല്ലാവരെയും ഒന്ന് കണ്ടേക്കാമെന്ന് വെച്ചു. അവരൊക്കെ ഇനി വെക്കേഷനായിട്ട് നാട്ടിലോട്ടൊക്കെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ എല്ലാവരും പോയി ഒന്ന് കണ്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങ് ഇറങ്ങിയതാണ്. അപ്പോൾ ജോലിയും ജസ്റ്റിലും വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുക. കാരണം അവിടെ പിള്ളേരൊക്കെ ഉണ്ട്, ഇവർക്ക് നല്ല പരിചയമാണ് അവരെ. അതുകൊണ്ട് കാണാം എന്നുള്ളൊരു ആകാംക്ഷയിലിരിക്കുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ വൈകുന്നേരത്തോടു കൂടി ഇറങ്ങിയത്, കാരണം പകലൊക്കെ നല്ല വെയിലല്ലേ. ഫാസ്റ്റ് തന്നെ അവർക്കൊക്കെ എന്തെങ്കിലും മേടിക്കാമെന്ന് കരുതി നമ്മൾ മാളിലോട്ടെത്തി. എന്നാൽ മാളിൽ പോയി നോക്കാമെന്ന് കരുതി. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വെയിൽ താന്നിട്ടുണ്ട്, ചെറിയൊരു ചൂട് കുറവുണ്ട്. പകലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല, അത്രയും ചൂടായതുകൊണ്ട് നമ്മൾ വൈകുന്നേരം ആകാം ഇറങ്ങുന്നതെന്ന് കരുതി അങ്ങനെ നിന്നതാട്ടോ, വെയിലാറാൻ വേണ്ടിയിട്ട്. പിന്നെ സമയം ഇത്തിരി ലേറ്റ് ആയപ്പോൾ ഇപ്പോൾ രാത്രിയാവുന്ന പകൽ കൂടുതലായതുകൊണ്ട് വെട്ടമുണ്ട് നല്ലപോലെ. അങ്ങനെ നമ്മൾ മാളിൻ്റെ ഉള്ളിൽ ചെന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഇങ്ങനെ ഡോണറ്റ്സ് അടുക്കി വെച്ചേക്കുന്ന കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണുന്നത്. അപ്പോൾ ജോലി പറഞ്ഞു എന്നാൽ ഇത് മതിയെന്ന്. ഈ കാണുമ്പോൾ ഉള്ള ഈ ആകർഷണം മാത്രമേ ഉള്ളൂ കേട്ടോ ഇവർക്ക് രണ്ടുപേർക്കും. ഇവരിത് കഴിക്കില്ല. ഇവരിത് കിട്ടിക്കഴിയുമ്പോൾ എന്നാ പറയുന്നത് വെച്ചാൽ ബണ്ണ് എന്നാണ് പറയുന്നത്. ഇവർക്ക് അത്ര താല്പര്യമൊന്നും ഇല്ല കേട്ടോ ഡോണറ്റ്സ്. ആ മുകളിലെ ചോക്ലേറ്റ് മാത്രം തിന്നും. പക്ഷേ എനിക്കാണേലും അതെ, കൂടുതൽ ഞാൻ ഇതിന് വലിയ അഡിക്ഷനൊന്നുമല്ല. എനിക്ക് ഇതിൻ്റെ കാണാനാണ് ഭംഗി കൂടുതൽ ഇഷ്ടം. കാണുമ്പോൾ നല്ല കളർഫുൾ അല്ലേ, എന്ത് ഭംഗിയാണ് കാണാൻ. പിന്നെ ഇപ്പോൾ എവിടെ നോക്കിയാലും ലബൂബയല്ലേ, അതാണ് ഇപ്പോഴത്തെ ഫേമസ് താരം. എല്ലാ ഫുഡിൽ വരെ അതിൻ്റെ ഡിസൈനാണ്. അപ്പോൾ പിള്ളേർ പറഞ്ഞു അവർക്ക് അത് മതി എന്നാ. കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ അട്രാക്ഷൻ തോന്നില്ല ആ ലബൂബേനെ കാണുമ്പം. എന്താണോ അല്ലേ ഇതിന് ഇത്ര പ്രത്യേകത, എനിക്കറിഞ്ഞുകൂടാ. എനിക്കത് വലിയൊരു പ്രത്യേകത ഒന്നും, സാധാരണ ഒരു പാവം അല്ലാതെ എന്തൊരു ക്യൂ, അത് മേടിക്കാൻ ആൾക്കാർ തിരക്കാണ്. എനിക്ക് അത്ര ഇതായിട്ടൊന്നും തോന്നില്ല. അപ്പോൾ ഇവർക്ക് ഇത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തന്നെ എടുത്തു. പക്ഷേ ഇതിനേക്കാളും നല്ലത് മറ്റുള്ള ഡോണറ്റ്സ് ആയിട്ടാണ് എനിക്ക് തോന്നി. ഇത് ശരിക്കും ബണ്ണ് തന്നെ, എന്നിട്ട് പുറത്ത് കുറച്ച് പഞ്ചസാര പോലെ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പക്ഷെ മറ്റേന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ബണ്ണല്ല, കേക്ക് മിക്സ് ഇല്ലേ, അത് വന്നിട്ട് അതിൻ്റെ പുറത്ത് ഡോണറ്റ്സ് ഫിൽ ചെയ്തേക്കുക. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായാലും അതൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് ഞങ്ങൾ കഴിച്ചില്ല കേട്ടോ, ടൈം പോകുന്നതുകൊണ്ട് വണ്ടി ഇരുന്നാണ് കഴിച്ചത്. എന്നിട്ട് പിന്നെ ജസ്സുവിന് ഉറക്കം വരാൻ തുടങ്ങി. അവന് ജസ്സു പതിയെ ചാരി ഉറങ്ങാനുള്ള പരിപാടിയായിരുന്നു. പിന്നെ ടൈം കൊണ്ട് എത്താൻ, അപ്പോൾ ഉറങ്ങിക്കോട്ടെന്ന് കരുതി ജോലി കാഴ്ചയൊക്കെ കണ്ട് നിൽക്കുക കേട്ടോ. അവിടെ എത്തി അവരെ എല്ലാം ഒന്ന് കാണണം എന്നുള്ള ഒറ്റ ആകാംക്ഷയുടെ പുറത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും വർത്താനമൊക്കെ പറഞ്ഞ് ജസ്റ്റിന് നന്നായിട്ട് ഉറങ്ങുകയും ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ പോയി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് എത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞ് പാർക്കിൽ കളിക്കുമായിരുന്നു. ഞങ്ങൾ അവളെ കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ കണ്ടുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ അടുത്തോട്ട് സൈക്കിളിൽ സ്പീഡിൽ വന്നു കേട്ടോ. അങ്ങനെ സെറിങ്കുഞ്ഞെത്തി. പുറകെ ചേച്ചിയും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചേച്ചിയും കൂടെ വന്നു കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലേക്ക് കയറിപ്പോയി. അവിടെ പോയി കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴത്തേക്കും രഞ്ജിത്തിൻ്റെ വേറൊരു ഫ്രണ്ട് കൂടെ വന്നു. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി. അപ്പോൾ പൂച്ച വണ്ടിയെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുമായിരുന്നു. പാവം അവന് ശല്യമായി. അത് കഴിഞ്ഞ് ഇങ്ങനെ പാവേനെ ഇവിടെ ഇങ്ങനെ ഇട്ട് വെച്ച് കോയിൻസ് ഇട്ടിട്ട് നമുക്ക് പാവയെ എടുക്കാം. അപ്പോൾ ഏതോ ഒരു ചേട്ടൻ സംസാരിച്ചൊന്നുമില്ല, ആരാന്ന് അറിയത്തില്ല, ഇവർക്ക് രണ്ടുപേർക്കും ഓരോ പാവേനെയൊക്കെ എടുത്തു കൊടുത്തു കേട്ടോ. പിന്നെ അതൊക്കെ മേടിച്ച് നമ്മൾ കുറച്ച് സാധനമൊക്കെ മേടിക്കാണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അവരെയൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ സമയം ഇത്രയായി. പിള്ളേർ രണ്ടുപേരും ഉറങ്ങിപ്പോയി. എനിക്ക് രഞ്ജിത്തിന് ചെറിയൊരു വിശപ്പ്. ഞങ്ങളൊരു ഷവർമയൊക്കെ മേടിച്ചു, ഉപ്പിലിട്ട മുളകും ഒക്കെ കൂട്ടി അതും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.